ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫയർ ബോൾട്ടിൻ്റെ സർവീസ് സെൻ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫയർ ബോൾട്ട് ഫീനിക്സ് എയ്സ് AMOLED എന്ന് പറയുന്ന ഒരു വാച്ചിൻ്റെ റിവ്യൂ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയിൽ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കോൾ അങ്ങോട്ട് വിളിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ഡിസ്പ്ലേ അങ്ങ് വേറെ രീതിക്കാവും. നിങ്ങൾക്ക് അതിവിടെ കാണാനായിട്ട് സാധിക്കും. സോ കുറച്ച് ദിവസം നോക്കി ആ ഒരു ഇഷ്യൂ കോൾ വരുന്ന സമയത്ത് മാത്രമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഞാനൊന്ന് വാച്ച് റീസെറ്റ് ചെയ്ത് നോക്കി, പക്ഷേ പിന്നെയും ആ ഒരു ഇഷ്യൂ റിപ്പീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ തപ്പിപ്പിടിച്ച് തൃശ്ശൂരിലുള്ള ഇവരുടെ ഫയർ ബോൾട്ടിൻ്റെ ഒഫീഷ്യൽ സർവീസ് സെൻറ്ററിൽ ഡയറക്റ്റ് പോയി. അവരുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ സിറ്റി സെൻറ്ററിൻ്റെ ബാക്കിൽ വിവേകോദയം സ്കൂളിൻ്റെ സൈഡിലായിട്ടാണ്. GVs എന്ന് പറയുന്ന ഒരു സബ് കോൺട്രാക്ടിൻ്റെ അണ്ടറിലാണ് ഫയർ ബോൾട്ടിൻ്റെ സർവീസ് സെൻറ്റർ വരുന്നത്. നവംബർ 26 ഫയർ ബോൾട്ടിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. എൻ്റെ കയ്യിൽ ആ ഒരു പ്രൊഡക്റ്റ് കൊറിയർ ത്രൂ കിട്ടിയത് അന്നാണ്. സോ അതിനുശേഷം വീഡിയോ എടുത്തു, ഞാൻ ആ വാച്ച് ഉപയോഗിച്ചു, നല്ല രീതിക്കൊക്കെ ഉപയോഗിച്ചു. കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു പ്രശ്നം ഞാൻ നോട്ടീസ് ചെയ്തത്. പലപ്പോഴായിട്ട് റീസെറ്റ് ചെയ്ത് നോക്കി, ഇഷ്യൂ കണ്ടിന്യൂ ചെയ്തപ്പോൾ 5 ഞാൻ ഈ പറയുന്ന ഫയർ ബോൾട്ടിൻ്റെ സർവീസ് സെൻറ്ററിലോട്ട്, തൃശ്ശൂരിലുള്ള സർവീസ് സെൻറ്ററിലോട്ട് പോയത്. അവിടെ പോയപ്പോൾ അവർ പറഞ്ഞത് ഇത് ഇഷ്യൂ തന്നെയാണ്, ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള ഇഷ്യൂ ആണ്, അതുകൊണ്ടാണ് ഡിസ്പ്ലേയിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വരുന്നത്. പക്ഷേ വാച്ച് ആയതുകൊണ്ടും ഡിസ്പ്ലേ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായതുകൊണ്ടും അവർക്ക് ഇത് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, നിങ്ങൾ ഡയറക്റ്റ് ഫയർ ബോൾട്ടിനെ കോൺടാക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. സോ അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ അവരുടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ഇമെയിൽ ID വാങ്ങി. ആ ഒരു നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ആ ഒരു നമ്പറിൽ ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുതുരാ വിളിച്ചു. ഏകദേശം ഒരു 5 ദിവസം അടുപ്പിച്ച് ഫ്രീ കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ അവരെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഒരു 5 മിനിറ്റോളം ആ ഒരു കോള് നീണ്ടു നിൽക്കും. അതായത് ഹോൾഡിലാണ്, എല്ലാവരും തിരക്കാണ്, താങ്കൾ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം കോൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ആ കോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്റ്റ് ആയിട്ട് പോകും. സോ ഈ ഒരു സിനാരിയ ഏകദേശം 5 ദിവസത്തോളം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ വേറെ വഴിയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അവർക്ക് മെയിൽ അയച്ചു. ഈ ഒരു ഇഷ്യൂ വരുന്ന വീഡിയോയും അതേപോലെ തന്നെ അതിൻ്റെ ഇൻവോയ്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ ഫയർ ബോൾട്ടിൻ്റെ ഈ കാണുന്ന ഇമെയിൽ IDയിലോട്ട് ഏകദേശം ഒരു 11 മണിയോട് കൂടിയിട്ടാണ് ഞാൻ അവർക്ക് ആ മെയിൽ അയച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും 15 ഡേറ്റ്. അത് മെയിൽ അയച്ചപ്പോൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് 16 തിരിച്ച് അവരുടെ കയ്യിൽ നിന്ന് എനിക്കൊരു റിപ്ലൈ വന്നു. എൻ്റെ KYC, അതായത് എൻ്റെ ബേസിക് ഡീറ്റെയിൽസ്, എൻ്റെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പർ, അഡ്രസ്സ്, ഇമെയിൽ കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ഫോമായിട്ട് തന്നിട്ടുണ്ട്. ആ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ള ഒരു ലിങ്ക് കൂടെ, ജസ്റ്റ് എനിക്ക് ഡീറ്റെയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് കൂടെ അവർ തന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആ ഒരു ഡീറ്റെയിൽ എല്ലാം ഫില്ല് ചെയ്തുകൊണ്ട് അതേ ദിവസം തന്നെ, അതായത് 16 ഞാൻ ആ ഒരു മെയിൽ തിരിച്ച് അവർക്ക് റിപ്ലൈ കൊടുത്തു. ഞാൻ 23 ക്രിസ്മസിൻ്റെ ആ ഒരു ഓഫ് ആവുന്നതിനും 2 ദിവസം മുന്നേ വീണ്ടും മെയിൽ അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു റിട്ടേൺ പിക്കപ്പ് അവരുടെ സൈഡിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഐറ്റം നിങ്ങളുടെ അഡ്രസ്സിൽ വന്ന് പിക്കപ്പ് ചെയ്യും എന്നുള്ളത് പറഞ്ഞു. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം അയച്ചു തന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഔട്ട് ഫോർ പിക്കപ്പ് കാണിക്കുന്നത് 26 അതായത് ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം ബ്ലൂ ഡാർട്ടിൻ്റെ കൊറിയർ ടീമാണ് അത് വന്ന് പിക്ക് ചെയ്തത്. ഈ പിക്ക് ചെയ്ത ആൾക്ക് അതെന്താണെന്നോ ഏതൊക്കെ പ്രൊഡക്റ്റ്, കാരണം ഈ വാച്ച് കിട്ടിയപ്പോൾ നമുക്കതിൽ വാച്ചിൻ്റെ കൂടെ അതിൻ്റെ ചാർജർ ഉണ്ടായിരുന്നു. സോ ഇത് കംപ്ലീറ്റ്ലി റിട്ടേൺ ചെയ്യണോ അതോ ഈ ഒരു വാച്ച് മാത്രം, പല സ്ഥലങ്ങളിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് മാത്രം മതി, അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ആക്സസറീസും അവർ അക്സെപ്റ്റ് ചെയ്യാറില്ല. സോ ഈ ഒരു പിക്കപ്പിന് വന്നിട്ടുള്ള വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്ത് തന്നോ അത് ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. സോ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല, വാച്ച് മാത്രമാണ് ഞാൻ ആ പുള്ളിക്ക് കൊടുത്തത്. സോ 26 ആ ഒരു പിക്കപ്പ് കഴിഞ്ഞതിന് ശേഷം 29 അവിടെ റിസീവ് ചെയ്തു. ഹൈദരാബാദ് ആയിരുന്നു എന്ന് തോന്നുന്നു, അവിടെ റിസീവ് ചെയ്തു എന്നുള്ളത് ഈ ഒരു ട്രാക്കിംഗ് വഴി കാണുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മെയിൽ അയച്ചു, എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അവരെൻ്റെ പ്രശ്നം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്ലൈ തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി, ഞാൻ റിമൈൻഡർ അയച്ചുകൊണ്ടേയിരുന്നു, ഒരു തരത്തിലുള്ള റെസ്പോണ്ടും ഉണ്ടായിരുന്നില്ല. 10 ദിവസം കഴിഞ്ഞു, 15 ദിവസം കഴിഞ്ഞു, 20 ദിവസം കഴിഞ്ഞു.
ഫൈനലി ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യേണ്ടി വരും, ഞാൻ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് ഇല്ല ഞങ്ങളുടെ സൈഡിൽ നിന്ന് അത് എന്താണ് പ്രശ്നം എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സൈഡിൽ നിന്ന് ഒരു മെയിൽ വന്നു. ആൻഡ് ഫൈനലി ഇത് റീപ്ലേസ് ചെയ്യുകയാണ്, 7 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവരുടെ സൈഡിൽ നിന്ന് ഒരു മെയിൽ വന്നു. ആ മെയിൽ എന്ന് പറയുന്നത് വീണ്ടും അതിൻ്റെ കൂടെ ആ ഒരു ട്രാക്ക് ചെയ്യാനുള്ള ആ ഒരു ഷിപ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ട്രാക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രാക്കിങ് നോക്കിയപ്പോൾ അതിൻ്റെ ഷിപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതായത് ഷിപ്മെൻറ്റ് അവർ കൊറിയർ ടീം പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് നോ ഡാറ്റ അവൈലബിൾ ആയിരുന്നു. അത് പിന്നെയും നീണ്ടുപോയി, ഒരു തരത്തിലുള്ള അപ്ഡേഷനും അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയില്ല. ഫൈനലി ഞാൻ പിന്നെ എടുത്ത് നോക്കിയത് 30/1 30/1/2024 ഞാൻ നോക്കിയപ്പോൾ അത് അവരുടെ സൈഡിൽ നിന്ന് പിക്കപ്പ് ആയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ ട്രാക്കിങ്ങും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഈ മാസം ഫെബ്രുവരി 5 ആ ഒരു പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ കൂടെ ചാർജർ കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സോ ഒരു 2 കേബിൾ എനിക്ക് കിട്ടിയെന്നുള്ളതാണ് അതിലുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം ഒന്ന് ആലോചിക്കുക, ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഒരു മാസത്തിനുള്ളിൽ, ഒരു മാസം എടുത്തിട്ടില്ല, അതിനുള്ളിൽ തന്നെ എനിക്ക് അത്തരത്തിലുള്ള ഡിസ്പ്ലേ സംബന്ധമായിട്ടുള്ളൊരു ഇഷ്യൂ വന്നു. അവർ പറയുന്ന അവരുടെ സർവീസ് സെൻറ്ററിൽ പോയപ്പോൾ അവർ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ഫയർബോൾട്ടിനെ കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. തന്ന നമ്പറിൽ വിളിച്ചുകൊണ്ടേയിരുന്നു, അവരാരും ഫോൺ എടുത്തില്ല. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മെയിൽ അയക്കുക എന്നുള്ളതാണ്. മെയിൽ അയച്ചു, അവർ പിക്കപ്പ് ചെയ്തു. ആ ഒരു സംഭവം തിരിച്ചെനിക്ക് കംപ്ലയിൻറ്റ് റീപ്ലേസ്മെൻ്റ് ആയാലും റിപ്പയറിങ് ആയാലും അത് കഴിഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടാനായിട്ട് ആ ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ കിട്ടാനായിട്ട് 1.5 മാസത്തോളം എടുത്തു. അതായത് 26 പിക്ക് ചെയ്ത ഒരു പ്രൊഡക്റ്റ് എനിക്ക് കിട്ടുന്നത് ഫെബ്രുവരി 5 കറക്റ്റ് 40 ദിവസത്തിന് മുകളിൽ ആ ഒരു പ്രോസസ്സിങ് നടന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ്. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, പുതിയൊരു പ്രൊഡക്റ്റ് എടുത്തു, ഓക്കെ ഫൈൻ, കംപ്ലയിൻ്റ് ആവും, ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, അതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല, നമുക്ക് സർവീസ് സെൻറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ അത് മാറ്റി കിട്ടാനുള്ളൊരു സൊല്യൂഷൻ വേണം. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, മെയിൽ അയച്ച് അവർ പിക്കപ്പ് ചെയ്ത് അതിനുള്ള ചിലവൊന്നും നമുക്ക് വരുന്നില്ല, എല്ലാം അവർ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ടൈം ഡിലേ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിന് മുന്നേ ഞാനിങ്ങനെ സർവീസ് സെൻറ്ററിൽ പോകേണ്ട വന്നിട്ടുള്ളത് ആപ്പിളിൻ്റെ കാര്യത്തിലാണ്. അവർ മാക്സിമം 14 ദിവസത്തിനുള്ളിൽ ആ ഒരു പ്രൊഡക്റ്റ് തിരിച്ച് നമ്മൾ എവിടെയാണോ കൊടുത്തത്, ഏത് സർവീസ് സെൻറ്ററിലാണോ കൊടുത്തത് അവിടെ തിരിച്ച് ആ ഒരു പ്രൊഡക്റ്റ് വരും. ഇപ്പോൾ തൃശ്ശൂർ ശോഭയിലാണ് ആപ്പിളിൻ്റെ സർവീസ് സെൻറ്റർ വരുന്നത്. അവിടെ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് കംപ്ലയിൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് 14 ദിവസത്തിനുള്ളിൽ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് റിട്ടേൺ പിക്കപ്പിനുള്ള ഫെസിലിറ്റി അവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ആപ്പിൾ പോലെ ഫയർ ബോൾട്ടോ അല്ലെങ്കിൽ മറ്റ് കമ്പനിക്കാരോ ചെയ്യണം എന്നല്ല പറയുന്നത്. ഈ മെയിൽ അയക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വാച്ച് നിങ്ങളുടെ പ്രായമായിട്ടുള്ള അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആർക്കെങ്കിലും ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണെന്ന് വിചാരിക്കുക, അവർക്ക് മെയിൽ അയക്കാൻ അറിയില്ല. അവരെന്ത് ചെയ്യും? ഈ ഡെഡായ വാച്ചോ അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയ ഒരു പ്രൊഡക്റ്റുമായിട്ട് അവരെന്ത് ചെയ്യും? മറ്റൊരാളുടെ സഹായത്തിന് പോകേണ്ടി വരും. നേരെ മറിച്ച് ഇന്നൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അമേരിക്ക വരെ പോയിട്ടായാലും അവർ ആ ഒരു പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്തിട്ട് വരും, അതിനുള്ള സൗകര്യമുണ്ട്. പക്ഷേ മെയിൽ അയക്കുക എന്ന് പറയുമ്പോൾ പലർക്കും ഇപ്പോഴും, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, ഒരു പരിധിക്കപ്പുറം പ്രായമായിട്ടുള്ള ആളുകൾക്ക് മൊബൈലിൽ മെയിൽ അയക്കണം, ഈ ഒരു കംപ്ലയിൻറ്റ് റെക്കോർഡ് ചെയ്ത് ആ മെയിലിൽ അറ്റാച്ച് ചെയ്യാമെന്നൊക്കെ പറയുന്നത് അത്ര സിമ്പിളാണ്. അറിയാവുന്നവർക്ക് സിമ്പിളാണ്, പക്ഷെ അറിയാത്തവർക്ക് അത് അത്ര സിമ്പിളായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇതാണ് ഫയർബോൾട്ടിൻ്റെ ഒരു പ്രൊഡക്റ്റ് കംപ്ലൈൻ്റ് ആയപ്പോൾ അവരുടെ കസ്റ്റമർ സർവീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ റീപ്ലേസ്മെൻറ്റ് കിട്ടാനായിട്ട് ഞാൻ നടത്തിയ പ്രൊസീജിയർ അല്ലെങ്കിൽ എനിക്ക് അനുഭവപ്പെട്ട ടൈം ഡിലേ കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതിന് മുന്നേ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനും ഈസി ആയിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഈവൻ ആ ഒരു ടോൾ ഫ്രീയിൽ വിളിച്ചപ്പോൾ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ട് കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ താഴ്ത്തിക്കെട്ടാനോ പറയുന്നതല്ല. അവരുടെ കസ്റ്റമർ സർവീസ് എല്ലാം കുറേ കൂടി മെച്ചപ്പെടണം, കുറേ കൂടി ഈസിലി ആക്സസിബിൾ ആവണം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്തത്. സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.